ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഭഗവതിയാട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തൃക്കണ്ടിയൂരിലുള്ള ചെറുകര തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണിന്ന്. ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ ഭഗവതിയെ എഴുന്നള്ളിച്ച് കുടിയിരുത്തുന്നതിന് താൽക്കാലിക മണ്ഡപവും നിർമ്മിച്ചിരിക്കുന്നു. ഞാൻ ഈ ക്ഷേത്രോത്സവത്തെയല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കെട്ടിച്ചുറ്റി പള്ളിവാളുമേന്തി ആനന്ദനടനമാടി ഉറഞ്ഞു തുള്ളുന്ന ഒരു വെളിച്ചപ്പാടിനെയാണ്. നൂറുകണക്കിനു ക്ഷേത്രങ്ങളിൽ ദേവതകളുടെ പ്രതിരൂപമായ പനങ്ങാട്ടൂർ ശ്രീധരൻ ചോപ്പനെയാണ്. 21 മുഴം പട്ടാണ് ദേവിയുടെ പ്രതിരൂപത്തിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ നീളം. വെളിച്ചപ്പാടിനെ കെട്ടിച്ചുറ്റാനുള്ള തിരുവസ്ത്രം ഞൊറിഞ്ഞെടുക്കുകയാണ് പരികർമ്മികൾ. ശ്രീധരൻ ചോപ്പൻ കുളിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം ഒരുക്കി തീർക്കേണ്ടതുണ്ട്. ശ്രീധരൻ ചോപ്പൻ കുളിച്ചെത്തിക്കഴിഞ്ഞു. അദ്ദേഹം ദേവതയെ സന്നിവേശിപ്പിക്കാനുള്ള ഒരുക്കം തുടങ്ങുകയാണ്. പരദേവതകൾക്കും ഗുരുപരമ്പരകൾക്കും പൂജ ചെയ്യുകയാണ് കെട്ടിച്ചുറ്റും മുമ്പുള്ള ചടങ്ങുകൾ. ശ്രീധരൻ ചോപ്പൻ അതിനുള്ള സ്ഥലം ക്രമീകരിക്കുകയാണ്. കെട്ടിച്ചുറ്റി താലം കൊളുത്തി പീഠം ചവിട്ടി താലപ്പൊലിയോടെ ഭഗവതിയായി ദേവിയായി എഴുന്നള്ളുകയാണ് ഭഗവതിയാട്ടിൻ്റെ ആദ്യഘട്ട ചടങ്ങുകൾ. കെട്ടിച്ചുറ്റി ഒരുങ്ങി വെളിച്ചപ്പാടായി മാറുന്നതുവരെയുള്ള ചടങ്ങുകളുടെ കാഴ്ചകളാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. ഈ ചടങ്ങുകൾക്കിടയിൽ വെളിച്ചപ്പാടിനെക്കുറിച്ചും പനങ്ങാട്ടൂർ ചോപ്പന്മാരെക്കുറിച്ചുമൊക്കെ ചെറുതായി വിവരിക്കുകയും ചെയ്യാം. വെളിച്ചപ്പാട് ചോപ്പൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവർ ദേവി ഉപാസകരാണ്. ഭദ്രകാളിയും കരിങ്കുട്ടിയും ചാമുണ്ടിയുമൊക്കെ ഇവരുടെ ആരാധനാമൂർത്തികൾ തന്നെ. ഗുരു കാരണവന്മാരെ ഇവർ പ്രത്യേകം പൂജിക്കുന്നു. മലബാറിൽ വണ്ണാൻ സമുദായക്കാരാണ് ചോപ്പന്മാർ അഥവാ വെളിച്ചപ്പാടുകൾ. കൊടിയ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന പഴയ കാലത്ത് താണജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനമുണ്ടായിരുന്നില്ല. ചികിത്സയ്ക്കുള്ള സംവിധാനം അക്കാലത്ത് അധകൃത ജനതയ്ക്ക് അപ്രാപ്യമായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രം കാവുകളും തറകളുമൊക്കെയായിരുന്നു. അവിടെ നടക്കുന്ന ഭഗവതിയാട്ടിലെ വെളിച്ചപ്പാടുകൾ ദേവതകളുടെ പ്രതിരൂപമായി അവർ കരുതിപ്പോന്നു. ആഗ്രഹങ്ങളും അവശതകളും സങ്കടങ്ങളും അവർ വെളിച്ചപ്പാടിന് മുന്നിൽ അവതരിപ്പിച്ചു. ദേവി സന്നിവേശിച്ച വെളിച്ചപ്പാടുമാർ അവർക്ക് യുക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വെളിച്ചപ്പാട് എന്ന പദത്തിൻ്റെ ആന്തരാർത്ഥവും ഇതുതന്നെയാണ്. രോഗദുരിത നിവാരണങ്ങൾക്ക് ചോപ്പനെ കണ്ട് കാര്യം പറഞ്ഞ് പ്രതിവിധി തേടുന്നത് അടുത്ത കാലം വരെ പതിവായിരുന്നു. അപസ്മാരം, ജ്വരം തുടങ്ങി സകല വ്യാധികൾക്കും ചോപ്പന്മാർ പ്രതിവിധി നിർദ്ദേശിക്കുകയും ഔഷധം നൽകുകയും പതിവാണ്. ആര്യവൈദ്യവും മറ്റും പ്രചാരത്തിലാവുന്നതിനു മുമ്പ് സാധാരണക്കാരുടെ സർവ്വതോന്മുഖ ആശ്രയ കേന്ദ്രമായിരുന്നു ദേവതകളുടെ പ്രതിരൂപമായ ചോപ്പന്മാർ എന്ന് ചുരുക്കം. പരമ്പരാഗത അവകാശങ്ങൾ നിക്ഷിപ്തമാക്കിയ നിരവധി ചോപ്പൻ കുടുംബങ്ങൾ മലബാറിൽ നിരവധിയുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഇരിങ്ങാവൂർ ചോപ്പന്മാർ വെളിച്ചപ്പാടുമാരും വൈദ്യന്മാരുമായിരുന്നു. 7 പീഠത്തിനു മുകളിൽ കയറി പള്ളിവാളുമേന്തി നൃത്തം ചെയ്തിരുന്ന ചെറൂട്ടി ചോപ്പൻ ഒരു കാലഘട്ടത്തിൽ വെളിച്ചപ്പാടുമാരുടെ അമരക്കാരനായിരുന്നു. ഒരു നല്ല വൈദ്യൻ കൂടിയായിരുന്നു ചെറൂട്ടി ചോപ്പൻ. അതുപോലെ പ്രസിദ്ധരായ ചോപ്പൻ കുടുംബമാണ് പരമ്പരാഗത വെളിച്ചപ്പാടുമാരായ പനങ്ങാട്ടൂർ ചോപ്പന്മാർ. മലപ്പുറം ജില്ലയിലെ താനൂരിൽ പനങ്ങാട്ടൂർ എന്ന സ്ഥലത്താണ് പനങ്ങാട്ടൂർ ചോപ്പന്മാരുടെ കുടുംബമുള്ളത്. വെളിച്ചപ്പെടൽ മാത്രമല്ല, അമേയ പാണ്ഡിത്യമുള്ള വൈദ്യന്മാരും ഗ്രന്ഥരചയിതാക്കളും പനങ്ങാട്ടൂർ ചോപ്പന്മാരുടെ പൂർവ്വചരിത്രത്തിൽ കാണാം. തറവാട്ടിൽ സൂക്ഷിക്കുന്ന ഗ്രന്ഥങ്ങൾ അതിൻ്റെ തെളിവുകളുമാണ്. കുരുമ്പ ഭഗവതിയും ചാമുണ്ടിയും ഗുരുവുമൊക്കെ തറവാട്ടിൽ പൂജിക്കപ്പെടുന്നു. കുരുമ്പ ഭഗവതിയുടെ ഒരു ക്ഷേത്രവും പനങ്ങാട്ടൂർ ചോപ്പന്മാരുടെ തറവാട്ടിലുണ്ട്.
തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മകൾ ചിരിദേവി പനങ്ങാട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്നും അരിയിട്ട് മുടിചൂട് എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെന്നും മുമ്പെങ്ങോ വായിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ശ്രീധരൻ ചോപ്പന് ഇപ്പോൾ 71 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി വിവിധ ദേശക്ഷേത്രങ്ങളിലെയും കുടുംബക്ഷേത്രങ്ങളിലെയും വെളിച്ചപ്പാടാണ് ഇദ്ദേഹം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ധന്യമായ ഒരു കലാരൂപം കൂടിയാണ് വെളിച്ചപ്പെടൽ. വെളിച്ചപ്പാടാവണമെങ്കിൽ ശിക്ഷണം അനിവാര്യമാണ്. എന്നാൽ ശ്രീധരൻ ചോപ്പന് പ്രത്യേകം ശിക്ഷണം നേടേണ്ടി വന്നിട്ടില്ല. അച്ഛൻ നാരായണൻ ചോപ്പനോടൊപ്പം ചെണ്ട കൊട്ടാൻ പോയ കൗമാരകാലത്ത് അച്ഛൻ്റെ നൃത്തവും താളവും രംഗബോധവും കണ്ടു പരിചയിച്ചത് മനസ്സിലൂന്നി പതിയുകയായിരുന്നു. വെളിച്ചപ്പാടുകൾക്ക് വ്രതശുദ്ധിയും ഉപാസനയും നിർബന്ധമാണ്. ശ്രീധരൻ ചോപ്പൻ ഇപ്പോൾ ശരീരമാസകലം മഞ്ഞൾപ്പൊടി ചാലിച്ചു പുരട്ടുകയാണ്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് പട്ടുചുറ്റി പള്ളിവാളുമിളക്കി അരമണി കിലുക്കത്തോടെ ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാവ് തീണ്ടുന്ന ആ 10,000-ൽ പെടില്ല പനങ്ങാട്ടൂർ ചോപ്പന്മാർ. കെട്ടിച്ചുറ്റി പള്ളിവാളുമേന്തി കൊടുങ്ങല്ലൂരിൽ പനങ്ങാട്ടൂർ ചോപ്പന്മാർക്ക് പോകാൻ പാടില്ല. എന്നാൽ സാധാരണ രീതിയിൽ കൊടുങ്ങല്ലൂരമ്മയെ തൊഴാൻ പോകുന്നതിന് വിരോധവുമില്ല. തൊടുകുറിക്ക് ശേഷം ചുവന്നമാല കഴുത്തിൽ ചാർത്തുകയാണ്. തിരുവസ്ത്രവും മാലയും പൂക്കളുമൊക്കെ ചുവപ്പ് നിറമുള്ളതായിരിക്കണം. ദേവീഭാവത്തിൽ ചുവപ്പിനുള്ള സ്ഥാനം വളരെ വലുതാണല്ലോ. കെട്ടിച്ചുറ്റലിൻ്റെ മറ്റു ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദേവീക്ഷേത്രങ്ങളിലാണ് വെളിച്ചപ്പെടൽ ഉണ്ടാവാറുള്ളത്. ഇംഗിതങ്ങളും ആഗ്രഹങ്ങളും അപാകതകളും വിളിച്ചു ചൊല്ലിപ്പറയുന്ന വെളിച്ചപ്പാടിൻ്റെ ശബ്ദം ദേവിയുടെ ശബ്ദമായി വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഇപ്രകാരമുള്ള വിളിച്ചു ചൊല്ലിപ്പറയൽ കൽപ്പന എന്ന പേരിലാണ് അറിയപ്പെടുക. കൽപ്പന ബൈ ഓർഡർ, ദേവിയുടെ ഉത്തരവ് എന്ന അർത്ഥമാണുള്ളത്. എന്നാൽ കരിങ്കുട്ടിക്കും കെട്ടിയാടുന്നത് വെളിച്ചപ്പാടുകളാണ്. കരിങ്കുട്ടിക്ക് വെളിച്ചപ്പെടുമ്പോൾ ചുവന്ന പട്ടല്ല തിരുവസ്ത്രം, കറുപ്പുടുത്തിട്ടാണ് വെളിച്ചപ്പെടുക. തൃക്കരങ്ങളിൽ പള്ളിവാളിന് പകരം മുടിങ്കോലായിരിക്കുമെന്ന വ്യത്യാസവുമുണ്ട്. ശ്രീധരൻ ചോപ്പൻ അരമണി ചാർത്തിക്കഴിഞ്ഞു. തിരുമുടിയിൽ തെച്ചിമാലയും ചുറ്റി. കയ്യിലെടുത്ത കാൽത്തളയിളയ്ക്ക് പരദേവതകളെയും ഗുരുക്കന്മാരെയും പ്രസാദിപ്പിക്കുകയാണ്. ഇതാ അപ്പോഴേക്കും ക്ഷേത്രാങ്കണത്തിൽ പൂതക്കുട്ടുയരുന്നു. താലപ്പൊലിക്ക് ദേവിയെ അകമ്പടി സേവിക്കുന്ന പൂതങ്ങൾ ക്ഷേത്രത്തിൽ ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ സൂചന. ഇപ്പോൾ പള്ളിവാളും കൈച്ചിലമ്പും ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഗുരുവിൽ നിന്നും വാൾ ഏറ്റുവാങ്ങുന്നുവെന്നാണ് സങ്കല്പം. പള്ളിവാൾ ഏറ്റുവാങ്ങുന്നതോടെ ദൃഷ്ടിയിൽ മാറ്റം സംഭവിക്കും. ശരീരവും മനസ്സും പൂർണ്ണമായും ദേവതയായിത്തീരുന്നു. കെട്ടിച്ചുറ്റൽ കഴിഞ്ഞു. അടുത്ത ചടങ്ങ് താലം കൊളുത്തലും പീഠം ചവിട്ടലുമാണ്. കാത്തുനിന്ന പൂതങ്ങൾ വെളിച്ചപ്പാടിനെ നമസ്കരിച്ചു. ക്ഷേത്രാങ്കണത്തിൽ താലമെടുക്കാനുള്ളവർ താലവുമായി കാത്തുനിൽക്കുന്ന കാഴ്ചയാണിത്. ചെണ്ടക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു. അത് വെളിച്ചപ്പാട് പീഠം ചവിട്ടലിനുള്ള മേളപ്പെരുക്കത്തിനാണ്. ഇനി ശ്രീധരൻ ചോപ്പനല്ല, ഭഗവതിയുടെ പ്രതിരൂപ സങ്കല്പമായ വെളിച്ചപ്പാടാണ്. താലം കൊളുത്തുകയാണ് വെളിച്ചപ്പാട്. ഇനി നമുക്ക് പീഠം ചവിട്ടൽ കാണാം.
ക്ഷേത്രത്തിലെ ദേവിയെ താലപ്പൊലിയോടെ എഴുന്നള്ളിക്കുന്നത് ഭഗവതി കണ്ടത്തിൽ നിന്നാണ്. അങ്ങോട്ടുള്ള യാത്രയാണിത്. ഇത്തരത്തിൽ ഓരോ ക്ഷേത്രത്തിനും ദേവസ്ഥാനങ്ങളുണ്ടാകും. അവിടെ നിന്നാണ് താലപ്പൊലിയോടെ ദേവിയെ മൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിക്കാറുള്ളത്. ഈ വീഡിയോയിലൂടെ പനങ്ങാട്ടൂർ ശ്രീധരൻ ചോപ്പനെ പരിചയപ്പെടുത്തി. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.